ഇപ്പോൾ പറയുന്ന ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻട്രഡക്ഷനിലെ ശ്രദ്ധേയമായ വിഷയത്തില് ഇമ്പോർട്ടന്റ് സബ്ജക്റ്റുകളില് 6ാമത്തെ സബ്ജക്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിന് വേഴ്സ് 5 5ാമത്തെ വാക്യം ഒരാളൊന്ന് വായിക്കാൻ തയ്യാറായിരിക്കണമേ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാ. നിങ്ങൾ ആ ഭാഗത്ത് വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു വാക്കുണ്ട്. നോക്കുക, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് ആ വിഷയത്തെ കാണുന്നത്. നോക്കുക, എന്തോ പറഞ്ഞിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിനാൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ആമേൻ. ഉയർത്തെഴുന്നേൽപ്പിനാൽ ദൈവപുത്രൻ എന്ന്, അതായത് ഉയർത്തെഴുന്നേൽക്കയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഞാനൊന്നും കൂടി ആവർത്തിക്കട്ടെ. ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ദൈവപുത്രനാണെന്ന് ശക്തിയോടെ തെളിയിച്ചു. ദൈവപുത്രൻ അല്ലേ എന്നുള്ളൊരു ചോദ്യം, അയ്യോ അപ്പൊ അതിനു മുമ്പ് എന്താന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച ശക്തിയോടെ തെളിയിച്ചെന്നാണ്. തന്റെ റിസറക്ഷൻ കൊണ്ട് സൺ ഓഫ് ഗോഡ് ദൈവപുത്രനാന്ന് ശക്തിയോടെ തെളിയിച്ചു. സഭയെ, പൗലോസ് ഇത് എഴുതുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഈ വിഷയം പഠിക്കുമ്പോൾ വന്ന 1-2 കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് പൗലോസ് യേശുവിന്റെ ജനനത്തോട് ബന്ധപ്പെട്ട് ഇവിടെ അത് പറയാതിരുന്നത്? ഉദാഹരണത്തിന്, യേശുവിന്റെ ജനനത്താൽ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു എന്തുകൊണ്ട് എഴുതിയില്ല? ബൈ ബർത്ത് എന്തുകൊണ്ടത് പറഞ്ഞില്ല? ഇത് നോക്കുക, യേശുവിന്റെ സ്നാനത്തെ പറ്റി അവിടെ പറഞ്ഞില്ല. യേശുവിന്റെ സ്നാനത്താൽ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു എന്തുകൊണ്ട് പറഞ്ഞില്ല? ഈ ഭാഗത്തൊക്കെ നമുക്കറിയാം, സ്വർഗം തുറന്ന് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ശബ്ദമൊക്കെ കേട്ടില്ലേ? പക്ഷെ പോൾ എന്തുകൊണ്ടാണ് ആ സ്നാനത്തിന്റെ ഭാഗത്തെ എടുത്ത് പറയാതിരുന്നത്? തന്റെ ജനനത്തിന്റെ കാര്യം പറഞ്ഞില്ല, തന്റെ സ്നാനത്താൽ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു എന്ന് പറഞ്ഞില്ല. താൻ പരീക്ഷിക്കപ്പെട്ടതിന്റെ കാര്യം അറിയാലോ. താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എന്താ പിശാചു എന്ന് പറഞ്ഞ്, നീ ദൈവപുത്രൻ എങ്കിലും ഇവിടുന്ന് ചാടാനൊക്കെ പറഞ്ഞല്ലേ വന്ന് പരീക്ഷിക്കുന്നേ. അപ്പൊ പരീക്ഷിക്കപ്പെട്ടതിനാൽ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു എന്നെന്താ പൗലോസ് എഴുതായിരുന്നത്? ഇനി അതുപോട്ടെ, മാത്യു ചാപ്റ്റർ 17 നമ്മൾ പഠിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരിൽ ആ 3 പേരെയും കൊണ്ട് ആ ഉയർന്നൊരു മലയിൽ പോയി, മറുരൂപ മലയെന്നൊക്കെ പറയും. അവിടെ ചെന്ന് താൻ തേജസ്കരണത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ നമുക്കറിയാം, മോശയും ഏലിയാവും സംഭാഷിക്കുന്നതായി പത്രോസിന് തോന്നിയതായിട്ട് കാണുന്ന കാര്യമുണ്ട്. അവിടെ സ്വർഗം തുറന്നൊരു കാര്യം പറയുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. അപ്പൊ യേശുവിന്റെ തേജസ്കരണത്തോട് ബന്ധപ്പെട്ട് പൗലോസ് എന്തുകൊണ്ടാണ് യേശുവിന്റെ തേജസ്കരണത്താൽ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു, അല്ലെങ്കിൽ മറുരൂപമലയിൽ അവൻ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചു എന്ന് എഴുതാതിരുന്നത് എന്തുകൊണ്ടാ? സ്തോത്രം. അപ്പൊ പോള് ഇവിടെ ഫോക്കസ് ചെയ്ത് എഴുതിയത് ഉയർത്തെഴുന്നേൽപ്പിനാൽ ദൈവപുത്രൻ ശക്തിയോടെ എന്ന് തെളിയിച്ചെന്നാ പറയുന്നത്. അവൻ ദൈവപുത്രനാണ്. ഇതിപ്പോ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ചെയ്യുമായിരുന്നു. സ്തോത്രം. പോള് പറയുകയാണ്, അവൻ റിസറക്ഷൻ കൊണ്ട് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ തെളിയിച്ചെന്ന്. സ്തോത്രം. എന്തുകൊണ്ടാ സഭയെ അങ്ങനെ വരുന്നത്? അങ്ങനെ പറയാൻ കാരണം എന്താ? ഒരു ഭാഗം ഒന്ന് വായിക്കാമോ നിങ്ങൾ? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വേദഭാഗം ഒന്ന് വായിക്കണം. എന്നിട്ട് ഞാൻ ആ ഭാഗം ഒന്ന് വിശദീകരിക്കാം. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ച് എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. എന്നാൽ യഹൂദന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ ചെയ്യാം എന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു. യേശു അവരോട്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം ഇതിനെ പണിയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഈ മന്ദിരം 46 സംവത്സരം കൊണ്ട് പണിതിരിക്കുന്നു, നീ 3 ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു.
അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചത്രേ പറഞ്ഞത്. യേശു തന്റെ ശരീരം എന്ന, അടുത്ത വാക്ക് വായിക്കണം, അടുത്ത വാക്യം വായിക്കണം. യേശു അവൻ തന്റെ ശരീരം എന്ന മന്ദിരത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അടുത്തത്, അവൻ ഇത് പറഞ്ഞു എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്തു. തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു. നിങ്ങൾ നോക്കുവിൻ, യേശു പറഞ്ഞ കാര്യം എന്തെന്ന് അവർക്ക് മനസ്സിലായി. ആദ്യം തന്റെ ദേഹം എന്ന മന്ദിരത്തെ കുറിച്ചാണ്. എന്നാൽ അതിനകത്ത് അല്പവിശ്വാസികളായി നിന്ന അവര് യേശുവിന്റെ പുനരുത്ഥാന വേളയില് താൻ പുനരുത്ഥാനം ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞ വചനം അവര് വിശ്വസിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. ഒന്നും കൂടി പറഞ്ഞാൽ, യേശുവിന്റെ ജീവിതവും യേശുവിന്റെ സന്ദേശവും 100% ശരിയാണെന്ന് ഭൂമിയുടെ മുഖത്ത്, ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ തെളിയിക്കപ്പെട്ടത് പുനരുത്ഥാനത്താല. സ്തോത്രം. ആമേൻ. അതായത് നമ്മളൊരു യേശു പറഞ്ഞ ഉപദേശം അനുസരിച്ച് യേശുവിന് പൂർണ്ണമായും ആളുകൾ പിൻപറ്റിയിരുന്നു. സ്തോത്രം. അത് അപ്പാടെ യേശുവിനെ അങ്ങനെ വിശ്വസിച്ചു. ശരിയാണ്, ദൈവോത്തമെന്ന് മനസ്സിലാക്കിയവർക്ക് ആ വെളിപ്പാട് വന്നപ്പോൾ അവരത് ചെയ്തു, യേശുവിന്റെ പിന്നാലെ വന്നു. എന്നാൽ സ്തോത്രം, ഒരു സാധാരണ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ജീവിതം, യേശുവിന്റെ സന്ദേശം അത് 100% അത് ശരിയാണെന്ന് തെളിയിച്ചത് പുനരുത്ഥാനം കൊണ്ടാ. മരിച്ച് മൺമറഞ്ഞു പോയെങ്കിൽ അത് ശരിയാണെന്ന് വരത്തില്ല. എന്നാൽ ഈ മന്ദിരം പൊളിപ്പീൻ, 3 നാൾ കൊണ്ട് ഞാനതിനെ പണിയുമെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വചനമോർത്ത് ശിഷ്യന്മാർക്ക് മനസ്സിലായി അവൻ ശരിയായിരുന്നു. അവൻ പറഞ്ഞ വാക്കുകളെ അവർ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. നോക്കൂ ദൈവസഭയെ, അപ്പോൾ പൗലോസ് അവൻ ശക്തിയോടെ ദൈവപുത്രനെ തെളിയിച്ചു എന്ന് പറയാൻ കാരണം പുനരുത്ഥാനത്താലാണ് ആളുകൾക്ക് കുറെ പേർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞത്. അതിനാലാണ് അങ്ങനെ എഴുതിയത്. അപ്പൊ ചരിത്രത്തിൽ വന്ന് ആ സമയത്ത് ജീവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, യേശുവിന്റെ പുനരുത്ഥാനം അനുഭവിച്ചറിഞ്ഞവർക്കറിയാം അവൻ ആരാണ്. അവൻ ദൈവപുത്രൻ തന്നെയാണ്. ഇനി മറ്റൊരു ഭാഗം നിങ്ങൾ നോക്കൂ. ഒന്ന്, യേശു പറഞ്ഞ കാര്യം അപ്പാടെ ശരിയാണെന്ന് പുനരുത്ഥാനത്താൽ തെളിയിച്ചു, അതുകൊണ്ട് ദൈവപുത്രൻ. ഇനി മറ്റൊരു ഭാഗം വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷമാണ്, 18-ാം അധ്യായം അതിന്റെ 31 മുതൽ 33 വരെയുള്ള വേദഭാഗം ഒന്ന് വായിക്കണമേ. ലുക്ക് ചാപ്റ്റർ 18 വേഴ്സ് 31 to 33. അവിടെ ആ വാക്ക് നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കണമേ. അനന്തരം അവൻ പന്തിരുവരെ കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരൂശലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രനെ കുറിച്ച് പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നത് എല്ലാം നിവൃത്തിയാകും. അവനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ അവനെ പരിഹസിച്ചും അപമാനിച്ചും തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യെസ്, നോക്കുക, ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാരുടെ വാക്ക്, ആ വാക്ക് പോലെ യേശു ഉയർത്തെഴുന്നേൽക്കുക. ഒന്ന്, യേശുവിന്റെ വാക്കും ജീവിതവും പുനരുത്ഥാനം കൊണ്ട് തെളിയിച്ചു. ഈ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം വായിക്കുമ്പോൾ പ്രവാചകന്മാരുടെ വാക്ക് മുഴുവനും പുനരുത്ഥാനത്താൽ നിവർത്തിയാകുക. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ റിസറക്ഷൻ കൊണ്ട് സംഭവിക്കുന്ന കാര്യം, തന്റെ ജീവിതവും സന്ദേശവും 100% ശരിയാണ്. തന്നെ കുറിച്ച് മുൻപെഴുതിയിട്ടുള്ള തിരുവെഴുത്തുകളും പ്രവാചകന്മാരുടെ വാക്കുകളും 100% ശരിയായി വന്നു. അങ്ങനെ ചരിത്രത്തിൽ തന്നെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളും താൻ തന്നെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളും നിവൃത്തിയായതിനാൽ, തന്റെ ജീവിതവും ശരിയായി എന്ന് ഉയർത്തെഴുന്നേൽപ്പിനാൽ ബോധ്യമായതിനാൽ ദൈവസഭയെ ഈ സ്ലീഹനായ പൗലോസ് റോമസഭയോട് പ്രത്യേകം എഴുതുകയാണ്. അവൻ തന്റെ പുനരുത്ഥാനം കൊണ്ട് ദൈവപുത്രനെന്ന് ശക്തിയോടെ തെളിയിച്ചു. ആമേൻ, സ്തോത്രം. കണ്ടോ? അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം പഠിക്കുമ്പോൾ അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ തെളിയിക്കുകയായിരുന്നു എന്നും കൂടി അതിനകത്ത് വിഷയം കിടക്കുന്നുണ്ട്. ആ വിഷയം ഇന്ന് ഇങ്ങനെ പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഞാൻ അവിടം പറഞ്ഞ് ഈ 6 പ്രത്യേക വിഷയങ്ങളെ ഞാനൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവസഭയെ നോക്കുക, സ്ലീഹനായ പൗലോസിന്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ഇൻട്രഡക്ഷനിൽ താൻ ഒന്ന് തന്നെ കുറിച്ച് പറഞ്ഞു, റോമൻ സഭയെ കുറിച്ച് പറഞ്ഞു, അനന്തരമായിട്ട് 6 പ്രത്യേകമായ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു, അല്ലെ? സ്തോത്രം. സെൽഫ് ഇൻട്രഡക്ഷൻ താൻ നടത്തിയതിനു ശേഷം, റോമൻ സഭയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ശ്രദ്ധേയമായ വിഷയങ്ങൾ, ഒന്ന് ഗോസ്പൽ ആണ്, 2 പഴയ നിയമവും സുവിശേഷമാണ്, പിന്നെ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്,
പിന്നെ മുൻപ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം പ്രോമിസ് ഓഫ് ഓർ ആണ്, അതിനെക്കുറിച്ച് വ്യക്തമാക്കി പറഞ്ഞു. പിന്നെ ദാസനാണ്. പിന്നെ 6 നമ്മൾ പഠിച്ചത് ഏതാ? ഉയർത്തെഴുന്നേൽപ്പിനാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ തെളിയിക്കുക എന്നുള്ളത്. അപ്പൊ ഈ വിഷയമാണ് ആദ്യത്തെ പാർട്ടിൽ നാം പഠിച്ചത്. ഇനി നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കുക, അതായത് സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇൻട്രഡക്ഷൻ നാം ഇന്ന് രാത്രി പഠിക്കാൻ പോകുക. അതിന്റെ സബ്ജക്ട് ഞാനൊന്ന് പറയാം. പൗലോസിന്റെ ആഗ്രഹവും ലക്ഷ്യവുമാണ്. പോളിന്റെ ആഗ്രഹം, അവന്റെ ഡിസയർ എന്നൊക്കെ നമുക്ക് പറയാം. പോളിന്റെ ആഗ്രഹവും ലക്ഷ്യമാണ്. ലക്ഷ്യം, തന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ ദൈവസഭയെ? തന്റെ ആഗ്രഹം റോമിലെത്തുക എന്നുള്ളതായിരുന്നു. തന്റെ ലക്ഷ്യം സുവിശേഷം അവിടെ അറിയിക്കുക എന്നുള്ളതായിരുന്നു. ഇനി നമ്മൾ 8ാമത്തെ വാക്യം വായിക്കണം. ഇനി നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുകയാണ്. 8ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. സർവ്വലോകത്തിനും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയെ നിങ്ങൾ കണ്ടോ? സ്ലീഹനായ പൗലോസ് ഈ 8ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ 2ാമത്തെ ഭാഗം, ഇൻട്രഡക്ഷൻ 2ാമത്തെ ഭാഗം ആരംഭിക്കുമ്പോൾ സ്തോത്രം ചൊല്ലിയാണ് ആരംഭിക്കുന്നത്. ഒരു പ്രസംഗം ആരംഭിക്കുന്നത് പോലെയുള്ള ഒരു വന്ദനമാണ് പ്രാരംഭത്തിൽ ആ പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞ് ആരംഭിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, അവര് ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ, റോമൻ സഭ അവര് ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ ദൈവത്തിനുള്ള നന്ദിയാണ് പൗലോസ് സ്തോത്രത്താൽ കരയേറ്റുന്നത്. ദൈവത്തിനുള്ള നന്ദി അറിയിക്കുക, താങ്ക്സ് ഗിവിംഗ് അവിടെ കാണുന്നത്. നോക്കുന്ന സമയം നമ്മെ കുറിച്ചുള്ള മലയാളികളുടെ ഇടയിലെ ആക്ഷേപം എന്ന് പറയുന്നത് നമ്മൾ സ്തോത്രക്കാരെന്നാ പറയുക, സ്തോത്രക്കാര്. പൗലോസ് ഇവിടെ ലേഖനം എഴുതുമ്പോൾ തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത്, നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം പറയുകയാണെന്ന് പറഞ്ഞിട്ട് ആരംഭിക്കുന്നത്. നമ്മൾ സ്തോത്രം പറഞ്ഞാണ് നമ്മുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുന്നത്, നമ്മുടെ പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല മാതൃക. കർത്താവിന് നന്ദി അർപ്പിച്ച് നമ്മൾ ആരംഭിക്കും. ഇനി മാത്രമല്ല, ദൈവസഭയെ പൗലോസ് ഈ വാക്യം അവരെ ഒരു പ്രത്യേകമായിട്ട് ഒന്ന് ഒരുക്കി കൊണ്ടുവരുന്ന ഒരു വാക്യം കൂടിയായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ഒന്ന് ഒരുക്കുന്ന വാക്യം. അതായത് നമുക്കറിയാമല്ലോ, അവരോട് ഇനി തുടർന്ന് നല്ല ഉപദേശങ്ങളുടെ വചനമാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. വചനം എന്താ? വചനം നല്ലൊരു വിത്താണ്, അല്ലെ? വചനം വിത്താണ്. വിത്ത് എവിടെയാണ് നാം എറിയുക? വിത്ത് വയലിലാണ് എറിയുക, അല്ലെ? വയലിലാണ് നമ്മൾ നടുന്നത്. നോക്ക്, അങ്ങനെയാണെങ്കിൽ വചനമാകുന്ന വിത്ത് സുവിശേഷ വയലിൽ വിതയ്ക്കുന്നതിന് മുൻപ് വയലിനെ ഒരുക്കുന്ന പ്രകാരം, നമുക്കറിയാമല്ലോ, വിത്ത് വിതയ്ക്കുന്നതിന് മുൻപ് വയലിനെ ഒന്ന് ഒരുക്കണം. അങ്ങനെ സുവിശേഷ വയലാകുന്ന റോമയിലെ ആ ജനങ്ങളോട് ആ സുവിശേഷ വയലിനെ ഒരുക്കുന്ന പ്രകാരം റോമയിലെ വിശ്വാസികളുടെ ഹൃദയത്തെ പൗലോസ് ഈ വാക്യത്തിൽ ഒന്ന് ഒരുക്കുക. പറയുമ്പോ ആ വാക്യം ഒന്നും ചെറിയ വാക്യമാണെങ്കിലും നമുക്ക് അത്രയും വലിയ ആഴത്തില് അവിടെ ആ ഭാഗങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ അവര് അതിനകത്തേക്ക് ഒന്ന് വന്നു കയറുക, പൗലോസിന്റെ ലേഖനത്തിലേക്ക്, പൗലോസിന്റെ ശ്രദ്ധയിലേക്ക്, വാക്കുകളിലേക്ക് ഒന്ന് വന്നു കയറുവാൻ തുടങ്ങുക. കണ്ടോ റോമാസഭയെ അവരുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കുക ഈ വാക്കിലൂടെ. നോക്കുക സഭയെ, പൗലോസ് ഈ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെന്നറിയുമോ? സർവ്വലോകത്തിലും പ്രസിദ്ധമായി എന്നാ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തിലും പ്രസിദ്ധമായി. ഈ സർവ്വലോകത്തിലും പ്രസിദ്ധമാകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അന്നും ഈ കാണുന്ന ഈ എന്താ പറയാ, ഭൂമിയുടെ എല്ലാ സ്ഥലത്തും സുവിശേഷം നിങ്ങളുടെ വിശ്വാസം പ്രസിദ്ധമായി എന്നാണോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അതല്ല ദൈവസഭ. അതിന്റെ അർത്ഥം എന്താ? അന്ന് സുവിശേഷം എവിടെയൊക്കെ എത്തപ്പെട്ടുവോ, പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് സുവിശേഷം എവിടെയൊക്കെ എത്തപ്പെട്ടുവോ അവിടെയൊക്കെ നിങ്ങളുടെ വിശ്വാസവും പ്രസിദ്ധമായി എന്നാ അതിന്റെ അർത്ഥം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? അപ്പോ സ്തോത്രം. ഇപ്പൊ നമ്മളെ നോക്കിയിട്ട് പറയുക, ആമേൻ. ഇപ്പൊ പ്രത്യേകമായിട്ട് നമ്മുടെ സഭയെ നോക്കിയിട്ടാകട്ടെ, നമ്മുടെ ഒരു വിശ്വാസിയെ നോക്കിയിട്ടാകട്ടെ, ഇന്നത്തെ കാലത്തെ അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ കടന്നു വന്ന് പറയുകയാണ്,
ബ്രദർ ഗ്ലാഡ്സനെ, താങ്കളുടെ വിശ്വാസം ലോകം മുഴുവൻ പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പറഞ്ഞാൽ ഗ്ലാഡ്സൺ ഹൃദയത്തിൽ സന്തോഷിക്കുകയും പ്രത്യേകമായൊരു ശ്രദ്ധ വെക്കുകയും ചെയ്യും. സഭയെക്കുറിച്ച് അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വിശ്വാസം, ഈ ഹാഗ്യോസ് പെന്തക്കോസ്റ്റ് അസംബ്ലിയുടെ വിശ്വാസം ലോകം മുഴുവൻ പ്രസിദ്ധമായി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധ വയ്ക്കും, അല്ലേ? അതെന്താ? സ്തോത്രം. പൗലോസ് ഇത് പറയുമ്പോൾ തന്നെ അത് സത്യമുള്ള കാര്യമായിരുന്നു. അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരുന്നു. അന്ന് സുവിശേഷം എവിടെ എത്തിയോ അവിടെയൊക്കെ അവരുടെ വിശ്വാസവും പ്രസിദ്ധമായിട്ടുണ്ട്. ആ കാര്യം അവരെ അറിയിക്കുമ്പോൾ അവരൊന്ന് ഒരുക്കുന്ന ഒരു പ്രത്യേക വാക്യം കൂടിയായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി 8-ാം വാക്യം മാറിയിട്ട് 9-ാമത്തെയും 10-ാമത്തെയും വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. അതിന് വായിക്കണം കേട്ടോ, വായിക്കണം. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. 2 വാക്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഭാഗമാണ് 9-ഉം 10-ഉം. വളരെ ശ്രദ്ധ പുലർത്തേണ്ട ചില ഭാഗങ്ങൾ അവിടെയുണ്ട്. ഞാൻ ഇടവിടാതെ നിങ്ങളെ ഓർത്തും കൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു. അടുത്തത് യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. നോക്ക് സഭയെ, പൗലോസ് റോമിലെത്തുവാൻ പ്രാർത്ഥിച്ചു. പൗലോസ് അറിയിക്കുക അവരെ, റോമിലെത്തുവാൻ ഞാൻ ഇടവിടാതെ പ്രാർത്ഥിച്ചു. സിമ്പിൾ ആണ് അവിടെ കാര്യം. ആ സബ്ജക്റ്റ് ഞാൻ പറയാം. ഒരു മിഷൻ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു മിഷൻ ജേണി. ആ മിഷൻ ജേണിക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്ന കാര്യം റോമ സഭയെ അറിയിക്കുക. പൗലോസിന്റെ ആഗ്രഹം അതല്ലേ, തനിക്ക് റോമിലെത്തണം. തന്റെ ആ മിഷൻ ട്രിപ്പിനെ കുറിച്ച് താൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള കാര്യം അവരെ അറിയിക്കുക. അതുവരെ പൗലോസ് അവിടെ എത്തിയിട്ടില്ല. കാരണം പൗലോസ് അവിടെ പ്രത്യേക ഒരു പദം കൊടുത്തിട്ടുണ്ട്, ദൈവേഷ്ടത്താൽ എത്തണമെന്നാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നു, ആ പദം ആവർത്തിക്കുന്നു, ദൈവേഷ്ടത്താൽ തനിക്ക് അവിടെ എത്തണം. കണ്ടോ, ഞാൻ ഇവിടാതെ നിങ്ങളെ ഓർത്തുകൊണ്ട് ദൈവേഷ്ടത്താൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്കൽ. പൗലോസ് പ്രത്യേകം അത് പറഞ്ഞു, ദൈവേഷ്ടത്താൽ എത്തണം. ഇതുവരെ എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ വാക്യത്തിൽ പോളിന്റെ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവവും കാണിക്കുന്നുണ്ട് സഭയിൽ. കേട്ടോ, തന്റെ പ്രാർത്ഥനയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അതിന് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുവെന്നറിയാമോ? താൻ അവിടെ പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ആ വാക്യം ശ്രദ്ധയോടെ വായിച്ചറിയാം. ഞാൻ ഇടവിടാതെ, വിത്തൗട്ട് സീസിങ്, ഇടവിടാതെ, മടുപ്പില്ലാതെ, തളർച്ചയില്ലാതെ, ക്ഷീണമില്ലാതെ, ആമേൻ. കണ്ടോ, ഇടവിടാതെ പ്രാർത്ഥിക്കുകയാണ്. ഏതിനു വേണ്ടിയാ? റോമിലെത്താനായിട്ടേ. തന്റെ പ്രാർത്ഥനയുടെ സ്വഭാവം കൊണ്ട് ഒന്ന് ഇടവിടാതെ പ്രാർത്ഥിക്കുക, പിന്നെ ഓൾവൈസ് പ്രാർത്ഥിക്കുക, എപ്പോഴും. തത്വത്തിൽ ഇത് രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ, ഈ രണ്ടും. അപ്പൊ പക്ഷെ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, വിത്തൗട്ട് സീസിങ്ങില്, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഓൾവൈസ്. രണ്ടിനും തത്വത്തിൽ ഒരേ അർത്ഥമാണുള്ളത്. സ്തോത്രം, ആമേൻ. പിന്നെ മൂന്നാമതാ പറയുന്ന കാര്യം, ദൈവേഷ്ടത്താൽ പ്രാർത്ഥിക്കുക, വിൽ ഓഫ് ഗോഡാ. കണ്ടോ, അപ്പൊ ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവേഷ്ടത്താൽ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അപ്പൊ പൗലോസിന്റെ റോമയിലേക്കുള്ള മിഷൻ ട്രിപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സ്വഭാവം എങ്ങനെയാന്ന് ചോദിച്ചാൽ സിമ്പിളായില്ലേ. താൻ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു, താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ദൈവേഷ്ടത്താൽ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, അപ്പൊ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. നമ്മളെ പോലെ അല്ല, നമ്മളെ പോലെ അല്ല. നമ്മളെ പോലെ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഉൾപ്പെട്ടുന്നതിനകത്ത് നമ്മൾ കൂടുതലും നമ്മുടെ കാര്യമാണല്ലോ ദൈവത്തോട് പറയാറ്. നമ്മുടെ ഇഷ്ടം, കർത്താവേ, എന്റെ ഇഷ്ടം, എന്റെ മോന്റെ ഇഷ്ടം, എന്റെ മോളുടെ ഇഷ്ടം, എന്റെ ഭർത്താവിന്റെ ഇഷ്ടം, എന്റെ ഭാര്യയുടെ ഇഷ്ടം, അല്ലെ? ഇതൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ തിരുനാമമഹത്വത്തിനായി തന്നെ ആമേൻ. എല്ലാം കഴിഞ്ഞിട്ട് എന്റെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കർത്താവേ ഇതെല്ലാം കഴിഞ്ഞിട്ട്
നോക്ക്, നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയെ ശ്രദ്ധിക്കുന്നില്ല, അതാ പറ്റി പോകുന്നത്. നമ്മൾ ഒരു ആത്മീയ പക്വതയുള്ളതായ പ്രാർത്ഥനയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ്, ഞാൻ പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ ലൈഫൊക്കെ നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയായിരുന്നു പൗലോസിന്റെ, കേട്ടോ. അപ്പൊ ഇനി അവിടെ തന്നെയുള്ള വേറൊരു ഭാഗം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഈ വാക്യത്തിൽ പോള് മറ്റൊരു കാര്യം തെളിയിക്കുന്നുണ്ട്. അത് വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ വാക്യം ഞാൻ ഒന്നും കൂടി വായിച്ചില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന, ഇംഗ്ലീഷില് whom I serve, അല്ലെ, with my spirit in the gospel of his son. Whom I serve with my spirit in the gospel of his son. ഒന്നും കൂടി ഞാൻ ഇങ്ങനെ പറയാം, ആ പൗലോസ് പറഞ്ഞ പദം ഒന്നും കൂടി പറയാം. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ എൻ്റെ ആത്മാവിലെ ആരാധന. സുവിശേഷ ഘോഷണത്തിൽ എൻ്റെ ആത്മാവിലെ ആരാധന. അർത്ഥാൽ സുവിശേഷ വേല എൻ്റെ ആത്മാവിലെ ആരാധനയാണ്. നിങ്ങൾ പോളിന്റെ ചിന്തയിൽ എടുക്കണം, കേട്ടോ. പൗലോസ് പറയുന്നത് സുവിശേഷ വേല എന്നത് എൻ്റെ ആത്മാവിലെ ആരാധനയാന്നാ പറയുന്നേ. അതായത് പുറത്ത് പ്രവർത്തനമാണെങ്കിലും, പുറത്തെ കാഴ്ചക്ക് അതൊരു പ്രവർത്തനമാണെങ്കിലും പൗലോസിന്റെ അകത്തത് ആരാധനയാണ്, ആത്മാവിലെ ആരാധന. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന. സുവിശേഷ ഘോഷണം തനിക്ക് ആത്മാവിലെ ആരാധനയാണെന്ന് ഞാൻ പലപ്പോഴും സഭയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജീവിതം കൊണ്ട് ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നവരായി മാറണമെന്ന്. ശരിയല്ലേ? ആരാധന നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കപ്പെടേണ്ട ഒന്നാണ് സഭയെ. ആലയം കാണുമ്പോഴോ മറ്റ് വിശ്വാസികളെ കാണുമ്പോഴോ സ്റ്റേജ് കാണുമ്പോഴോ അങ്ങനെയൊന്നുമല്ല. അത് മാത്രമല്ല ആരാധന. നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് ആരാധനയാണ്. പ്രത്യേകിച്ച് കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ട് നാം എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് സുഗ്രാഹ്യമായ ഒരു യാഗമാണെന്ന്, അതും ഒരു ആരാധനയാണെന്ന് നോക്കുക സഭയെ. അങ്ങനെയാണെങ്കിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊക്കെയും നമുക്ക് ദൈവസന്നിധിയിലുള്ള ആരാധനയായി മാറണം. ദാ ഇരിക്കുന്ന ഈ 1.5 മണിക്കൂർ 2 മണിക്കൂറുള്ളതായ ഈ പഠന സമയങ്ങള്, ഈ കൂട്ടായ്മകള് ദൈവത്തിന് ആരാധനയായി മാറണം. ഞാനിപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരയ്ക്കുന്നത്, കാണിക്കുന്നത് മുഴുവനും ഈ റോമാലേഖനത്തിന്റെ പഠനവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണെന്ന്. പ്രാർത്ഥിക്കുന്നത് ആരാധന, ഒരു സ്തോത്രം പറഞ്ഞാൽ ആരാധന, ഇരിക്കുന്ന സമയം നിങ്ങൾ പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കുന്ന അത് ആരാധനയാന്ന്. കണ്ടോ, പൗലോസ് പറയാ സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നത്. പൗലോസ് പറയുന്ന കാര്യങ്ങൾ ദൈവം സാക്ഷി എന്നാ പറയുന്നത്. ആമേൻ. ആത്മാവിൽ ആരാധന, ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു എന്നതിന് വേറെ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തിന് ഹൃദയംഗമായി ആത്മാവിൽ ആരാധിച്ചു എന്നത് ഒപ്പിട്ട് തരുന്ന ദൈവമാണെങ്കിൽ ആ ആരാധനയിൽ പ്രസാദം നൽകിയെന്ന ദൈവം. പൗലോസ് പറയും ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിട്ട്, പരിശുദ്ധാത്മ പ്രേരിതമായിട്ട് പൗലോസ് റോമൻ സഭയ്ക്ക് എഴുതുക. ഞാൻ ആത്മാവിൽ ആരാധിച്ചെങ്കിൽ അത് പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണമാണെങ്കിൽ അതിൽ ഞാൻ ആരാധിച്ചു എന്നുള്ളത് ദൈവമാണ് സാക്ഷി. സ്തോത്രം. അപ്പൊ നമ്മുടെ അന്തരാരാധന കാണുന്നതേ, നമ്മുടെ അന്തർഭാഗത്തെ ആരാധന കാണുന്നത് ദൈവമാണ്, മനുഷ്യരുടെ അംഗീകാരമല്ല. ദൈവത്തിന്റെ അംഗീകാരമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സ്തോത്രം. പൗലോസ് പറയുക അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. ആമേൻ. ദൈവത്തിന്റെ സമയം ഞാൻ പറഞ്ഞത് ഈ വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്താണ്? സ്തോത്രം. പൗലോസ് റോമയിലെത്തുവാനുള്ള ആഗ്രഹം താൻ അവിടെ
പ്രകടിപ്പിക്കുക. തന്റെ പ്രാർത്ഥനയെ കുറിച്ച് അവരോട് പറയുക. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നു, താൻ ദൈവേഷ്ടത്താൽ പ്രാർത്ഥിക്കുന്നു. അവിടെ എത്തുവാനുള്ളതായ അനുഭവത്തെക്കുറിച്ച്, തന്റെ വെമ്പലിനെ കുറിച്ച്, ആഗ്രഹത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് അവരോട് അറിയിക്കുമ്പോൾ തന്നെ താൻ ആത്മാവിലുള്ള തന്റെ ആരാധന അത് സുവിശേഷ വേലയാണെന്ന് പറയുക. എന്റെ ആത്മാവിൽ ആരാധന സുവിശേഷ വേലയാണ്, അത് പ്രത്യേകമായി എടുത്തു കാണിക്കുകയാണ്, അതിന് ദൈവമാണ് സാക്ഷി എന്ന് പൗലോസ് പറയുക. വേറൊരു കാര്യം കൂടി അവിടെ തെളിയിക്കുന്നുണ്ട്. നിങ്ങൾ ആ ഭാഗത്തേക്ക് ഒന്ന് കടന്നു വന്നാൽ, ആ വാക്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ആ ഭാഗം വായിക്കാം. നോക്കൂ സഭയെ, നിങ്ങളൊന്ന് ഇംഗ്ലീഷിലൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഗോസ്പൽ ഓഫ് ഹിസ് സൺ അല്ലേ എഴുതിയേക്കുന്നത്. സഭയെ സ്തോത്രം, ഹല്ലേലൂയ. മൈ സ്പിരിറ്റ് അല്ലേ, എന്തുവാ? I serve with my spirit in the gospel of his son. Gospel of his son എഴുതിയേക്കുന്നേ. മലയാളത്തിൽ അങ്ങനെ വ്യക്തതയില്ല. അതിന്റെ അർത്ഥം നമുക്കറിയാമല്ലോ, ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, സുവിശേഷം ദൈവത്തിൻ്റെതാണ്. 2, പൗലോസ് തെളിയിക്കുന്നു, സുവിശേഷം അത് പുത്രനായ ക്രിസ്തുവിൻ്റെതും കൂടിയാണ്. ആമേൻ. കണ്ടോ, 1 ദൈവത്തിന്റെ സുവിശേഷം, 2 പുത്രനായ ക്രിസ്തുവിന്റെ സ്തോത്രം. അതായത് ഈ സുവിശേഷം ദൈവത്തിൻ്റെതുപോലെ, ദൈവത്തിൻ്റെത് തന്നെ ആയിരിക്കുന്നത് പോലെ പുത്രന്റേതും കൂടിയാണെന്ന് തെളിയിക്കുന്നത്. സ്തോത്രം. അപ്പോൾ 3-4 കാര്യങ്ങളെ നമുക്ക് ഈ ഒറ്റ വാക്യത്തിൽ പഠിക്കുവാൻ സാധിച്ചു. 1, പൗലോസിന് അവിടെ എത്തുവാനുള്ള ആഗ്രഹം, അതിന്റെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ തന്റെ ആത്മാവിലെ ആരാധന. സുവിശേഷമല്ല, തന്റെ ആത്മാവിലെ ആരാധന എന്ന് പറയുക. പിന്നീട് കാണുന്നത് ദാ ഈ പ്രകാരം സുവിശേഷം യേശു ക്രിസ്തുവിന്റെ കൂടെയാണ്. ആ ഭാഗമാണ് നമ്മൾ 9ാമത്തെ വാക്യത്തിൽ കാണുന്നത്. നമുക്ക് 9ഉം 10ഉം വാക്യങ്ങൾ വിടാം. ഇനി 11ാമത്തെ വാക്യവും 12ാമത്തെ വാക്യവും നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കണം. അപ്പൊ 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു. ഈ 3 വാക്യങ്ങളിലും അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. ഇനി 11ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കാം. വായിച്ചാട്ടെ 11ഉം 12ഉം വാക്യങ്ങൾ. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീക വരം വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോട് കൂടെ എനിക്കും ആശ്വാസം ലഭിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. ദൈവത്തിന്റെ സഭയെ സ്ലീഹനായ പൗലോസ് വീണ്ടും റോമാ സഭയോട് അറിയിക്കുന്ന കാര്യം എന്തെന്നറിയുമോ? റോമാ സഭാംഗങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സ്പിരിച്വൽ ഗിഫ്റ്റ്, ആത്മീക ദാനങ്ങൾ ലഭിക്കണമെന്ന്, അതായത് ആത്മീക വരങ്ങൾ ലഭിക്കണമെന്നും അതിന്റെ ഫലമായി 2 കൂട്ടർക്കും ആശ്വാസം ലഭിക്കണമെന്നുമാണ് പൗലോസ് തന്റെ വരവിനോട് ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നത്. അതവരെ അറിയിക്കുക കേട്ടോ. എന്തോ പൗലോസ് അറിയിക്കുന്നേ? ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ലളിതമാക്കി പറയാം, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിലനിൽപ്പിന് വേണ്ടി ആത്മീക വരങ്ങൾ ലഭിക്കും. 2, അതിന്റെ ഫലമായിട്ട് നമുക്ക് 2 കൂട്ടർക്കും ആശ്വാസം ലഭിക്കും, കംഫർട്ട്. കാരണം പൗലോസ് ജാതികളുടെ അപ്പോസ്തലനാണ്. ആമേൻ. നിങ്ങൾ എന്റെ കൂടെ വരണേ. പോള് ജാതികളുടെ അപ്പോസ്തലനാണ്. പരിശുദ്ധാത്മാവ് അയച്ചിട്ടാണ് താൻ പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 2 മുതൽ 4 വരെ വായിക്കുമ്പോൾ പൗലോസിനെയൊക്കെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്കറിയാം. അവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്, സെൻഡ് ഫോർ ദ ബൈ ഹോളി സ്പിരിറ്റ് എന്നൊക്കെയാണ്. അയച്ചു, പരിശുദ്ധാത്മാവ് അവരെ വേലയ്ക്കായി അയക്കുക. അപ്പൊ പൗലോസ് പരിശുദ്ധാത്മാവിനാലാണ് പോകുന്നത്, പരിശുദ്ധാത്മാവ് അയച്ചിട്ടാണ് പോകുന്നത്. ജാതികളുടെ അപ്പോസ്തലനാണ്, കൃപാവരങ്ങളുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് പൗലോസ് ചെന്നാൽ അതവർക്ക് പ്രയോജനമുണ്ട് എന്നുള്ളത് പൗലോസിന് ഉറപ്പായിരുന്നു. ആമേൻ. സഭയെ, ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? പൗലോസ് പറയാം, ഞാൻ വന്നാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് നിലനിൽപ്പിന് വേണ്ടി സ്പിരിച്വൽ ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന്. അതിന് കാരണം എന്താ? പൗലോസിനെ അയച്ചത് പരിശുദ്ധാത്മാവാ, ദൈവം കൂടെയുണ്ടെന്നേ. അതുകൊണ്ട് പൗലോസിന് അറിയാം താൻ ചെന്നു കഴിഞ്ഞാൽ ആ സഭയ്ക്ക് അനുഗ്രഹമാണ്.
നമ്മളൊക്കെ വന്നാൽ, നമ്മളൊക്കെ ഏതെങ്കിലും സഭയെ ചെന്നാൽ ആ സഭയ്ക്ക് അനുഗ്രഹമാകണമെന്നേ. സ്തോത്രം. നോക്ക സഭയെ. അതുകൊണ്ട് പൗലോസ് പറയുക, താൻ പോയാൽ അവിടെ പ്രയോജനമുണ്ടെന്ന് ഉറപ്പ് അത് അവരെ അറിയിക്കുക. അത് പ്രത്യേകമായിട്ട് ഈ വാക്യത്തിൽ അങ്ങ് വെളിപ്പെടുത്തുക. എന്നാൽ അത് മാത്രമല്ല കേട്ടോ, എന്നാൽ അത് മാത്രമല്ല, തനിക്കും എന്തെങ്കിലും ലഭിക്കണമെന്ന് താൻ പറയുക. അയ്യോ, നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാക്യം? ശ്രദ്ധിച്ച് വായിച്ചോ നിങ്ങൾ? എനിക്കും ആശ്വാസം ലഭിക്കേണ്ടത് എഴുതേക്കണം. അപ്പൊ പോൾ ചെന്നാൽ ഒന്ന് അവർക്ക് പ്രയോജനമാ, സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടുമല്ലോ, ആത്മീയ വരങ്ങൾ ഉണ്ടാവുമല്ലോ. ഇനി അടുത്തത്, അത് മാത്രമല്ലെന്ന്, എനിക്കും എന്തെങ്കിലും ലഭിക്കും, തനിക്കും എന്തെങ്കിലും ലഭിക്കുമെന്ന്. അതായത് ഒരു സാധാരണ വിശ്വാസിയിൽ നിന്ന് പോലും തനിക്ക് ആത്മീകമായി എന്തെങ്കിലും ലഭിക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചിരുന്നു. ആരാ പൗലോസ്? ജാതികളുടെ അപ്പോസ്തലൻ, അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ നിവർത്തിക്കുന്നവൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കർത്താവിന് വേണ്ടി ദൈവാത്മാവിനാൽ ചെയ്യുന്ന മനുഷ്യൻ, അസാധാരണ വീര്യപ്രവർത്തികളൊക്കെ ചെയ്യുന്ന മനുഷ്യൻ, അനുഗ്രഹീതനായ പാണ്ഡിത്യമുള്ള ദൈവദാസൻ. പൗലോസിനെ കുറിച്ച് ഒട്ടേറെ നല്ല വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ. എങ്കിലും ഞാൻ അവിടെ പോകട്ടെ. ഏറ്റവും അനുഗ്രഹീതമായ നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക പോയിന്റ് കുറിക്കുക. എനിക്കും ആശ്വാസം ലഭിക്കും എന്ന് പറഞ്ഞാൽ, അയ്യോ, ഒരു സാധാരണ വിശ്വാസിയാണെങ്കിൽ പോലും എനിക്ക് എന്തെങ്കിലും കിട്ടും. എന്തുവാ? ആത്മീകമായത് എന്തെങ്കിലും ലഭിക്കുമെന്ന് പൗലോസ് വിശ്വസിച്ചു. സ്തോത്രം അല്ലേ? വിശുദ്ധ വചനത്തിലൊരു വാക്യമുണ്ട്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. സഭയെ നമ്മുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നത് ഒരു 2-3 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിൽ നിന്ന് നമുക്ക് ആത്മീയ വർധനയ്ക്കായി എന്തെങ്കിലും ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കണം. 100 വയസ്സുള്ള അമ്മച്ചിയാകട്ടെ, അപ്പച്ചനാകട്ടെ, സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അല്ലാതെ പൗലോസ്, അയ്യോ, എന്നെ പോലെ പരുവത്തിലുള്ളവൻ പ്രസംഗിച്ചാൽ മാത്രമേ ഞാൻ നിങ്ങൾ സ്വീകരിക്കുന്നു വിചാരിക്കൂ. അല്ലല്ലോ. നമ്മൾ നല്ലൊരു ലിസണറും കൂടി ആകണമെന്നേ, ഹൃദയം വെച്ച് കൊടുക്കണമെന്നേ. കേട്ടോ ദൈവസഭയെ? നമ്മളെല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നവരാകണം, സ്വീകരിക്കുവാൻ ഇരിക്കുന്നവരാകണം. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുക മാത്രമല്ലെന്ന്, മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, നമ്മള് സ്വീകരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പോകട്ടെ, ഒരു കൊച്ചു കുഞ്ഞ് സൺഡേ സ്കൂൾ സ്റ്റുഡന്റ് കയറി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ കുഞ്ഞ് എന്തു പറയുന്നു, ഒരു വാക്യമാണോ, അതിൽ നിന്നും എനിക്കെന്തെങ്കിലും ലഭിക്കുമെന്നുള്ള ചിന്തയിൽ നമ്മളായിരിക്കണമെന്നാ പറയുന്നത്. പൗലോസ് പറയുക, എനിക്കും ആശ്വാസം ലഭിക്കുമല്ലോ. പോൾ പറയുക ഇവിടെ, എനിക്ക് ആശ്വാസം ലഭിക്കും. സ്തോത്രം. റോമാക്കാർക്ക് വരം ലഭിക്കുമ്പോൾ തനിക്ക് ആശ്വാസം ലഭിക്കുന്നു. ക്രിസ്തീയ ആശ്വാസം, ആത്മീയ ആശ്വാസം ലഭിക്കുക. സ്തോത്രം. അതായത് മറ്റൊരുവന് ആത്മീക വരം കിട്ടിയാൽ അസൂയപ്പെടുകയല്ല ചെയ്യേണ്ടതെന്ന്, ആശ്വാസം അനുഭവിക്കുകയാണ് വേണ്ടത്. സ്തോത്രം. അയ്യോ, ആ സഭയില് 2 സ്നാനം നടന്നു. ഇരിക്കട്ടെ, നമ്മുടെ സഭയിൽ 4 സ്നാനം. വരുന്ന ആഴ്ചയാകട്ടെ, വരുന്ന മാസമാകട്ടെ, ആ സഭയിൽ 2 സ്നാനം നടന്നു. പിടിച്ചു മുക്കിയേക്കാൻ 4 എണ്ണം. പൊടിക്കുഞ്ഞുങ്ങളെ 4 എണ്ണത്തിൽ പിടിച്ച് മുക്കുന്നു. ഒന്നും അറിയത്തില്ല. സ്തോത്രം. വാശിയും അസൂയ ഒന്നുമല്ല ഇവിടെ കാര്യമാകുന്നത്. അസൂയ എന്നുള്ളത് മാറ്റിയിട്ട്, വാശി എന്നുള്ളത് മാറ്റിയിട്ട് ആശ്വാസമാണ് അനുഭവിക്കേണ്ടത്. അയ്യോ, 2 പേരവിടെ സ്നാനപ്പെട്ടെങ്കിൽ അവര് കർത്താവിനോട് ചേരുകയാണ് ചെയ്തത്. സ്വർഗത്തിൽ സന്തോഷം, ദൂതന്മാരുടെ ഇടയിൽ സന്തോഷം. ഞാൻ എങ്ങനെ ആലോചിക്കായിരുന്നേ, ആ വാക്യത്തിൽ പ്രത്യേകമുണ്ട്, ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ സന്തോഷമുണ്ട്, ദൂതന്മാരുടെ ഇടയിൽ സന്തോഷമുണ്ടെന്ന്. സ്തോത്രം. നമ്മൾ ഇന്നത്തെ കാലത്തെ വെച്ച് ചിന്തിക്കുക, സഭകളിൽ വേറെ സഭയിൽ സ്നാനം നടന്നാൽ നമുക്ക് സന്തോഷമുണ്ടോ? തുറന്ന് ഞാൻ ചോദിക്കുക. അയ്യോ, ആ സഭ വളർച്ചയാണല്ലോ, ഞങ്ങളുടെ സഭ വളരില്ല, തളർച്ചയാണല്ലോ. ആകെ സഭയെ ആശ്വാസം അനുഭവിക്കുന്നേ കർത്താവിനോടല്ലേ ചേർന്നത്, സ്വർഗത്തോടല്ലേ അവർ ചേർന്നത്. അപ്പൊ ആശ്വാസം അനുഭവിക്കണ്ടേ? അതാണ് വേണ്ടത്.
രണ്ടുപേരവിടെ സ്നാനപ്പെട്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആരെന്നറിയില്ല, ആ വ്യക്തിയുതങ്ങൾ ആരെന്നറിയില്ല. അവർക്ക് വേണ്ടി അന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്ന് സ്നാനമേറ്റ് അങ്ങയോട് ചേർന്ന് അവരെ അനുഗ്രഹിക്കണമെന്ന് ഒരു പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കും. ആശ്വാസം അനുഭവിക്കട്ടെ ആത്മാവിൽ. ഉണ്ടോ? സ്തോത്രം. അയ്യോ, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ നടന്നു. നമ്മുടെ പാസ്റ്റർ പ്രാർത്ഥിച്ച എന്ത് നടക്കും? അയ്യോ, ആ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂതങ്ങൾ വിട്ടോടി. നമ്മുടെ പാസ്റ്റർ വന്ന് അയ്യോ, ആ പാസ്റ്റർ അയ്യോ പ്രസംഗിക്കുന്ന എന്തുണ്ട് ഭയങ്കര ഇതാ. ആ പാസ്റ്റർ പ്രസംഗിക്കുന്നത് എന്ത് രസമാണ്. നമ്മുടെ പാസ്റ്റർ പ്രസംഗിക്കും. നമ്മുടെ പാസ്റ്റർ എന്റെ കാര്യമല്ല ഞാൻ ഈ നോർമലി ഉള്ള ആത്മീക ലോകത്തെ നിങ്ങൾ ഓരോ സഭ എടുത്ത് നോക്കൂ. ദൈവസഭയെ അങ്ങനെയാണ് സ്വതവേയുള്ളത്. നോക്കുക, സ്തോത്രം. നമുക്ക് ആശ്വാസം അനുഭവിക്കുന്നതാണെന്നേ. നമുക്ക് ആശ്വാസമാണ് അനുഭവിക്കുന്നത്. ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചൊരു ഭൂതം ഓടിയെങ്കിൽ ആ ഭൂതം ഓടിയ വ്യക്തി രക്ഷപ്പെട്ടില്ലേ? ആശ്വാസം അനുഭവിക്കുന്നേ. രോഗം സൗഖ്യമായെങ്കിൽ സൗഖ്യമായ വ്യക്തി ആശ്വാസം അനുഭവിച്ചില്ലേ? അതിലൂടെ നമ്മളും ആശ്വാസം കണ്ടെത്തുന്നേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കട്ടെ. ആമേൻ. നോക്കുക സഭയെ, ഒരിക്കല് ഒരു മനുഷ്യൻ കുറച്ചു പേര് കൂടിയിട്ട് കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു. കർത്താവിന്റെ നാമത്തിൽ ഇത് കണ്ടിട്ട് ആ മനുഷ്യൻ പോയിട്ട് കാശ് കൊടുത്തു. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി നിങ്ങൾ കൈവച്ചപ്പോൾ അനേകം പേർക്ക് വരങ്ങൾ കിട്ടുന്നു, ഗിഫ്റ്റ് കിട്ടി, അതുകൊണ്ട് ഞാനും കൈവച്ചപ്പോ കിട്ടണം, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം തരാം. ആരായിരുന്നു അത്? ശിമ്യോൻ അല്ലായിരുന്നോ? ആക്ട്സ് ചാപ്റ്റർ 8 കാണുന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തില് ശമരിയയിലെ സൈമൺ നമ്മൾ കാണുന്നുണ്ടല്ലേ? സ്തോത്രം. 8-ന്റെ 17 മുതൽ നമ്മൾ വായിക്കുമ്പോ കാണുന്നുണ്ട്. അപ്പോസ്തലന്മാര് കൈവച്ചപ്പോൾ ഗിഫ്റ്റ് കിട്ടി അവർക്ക്. അപ്പൊ ഒരുത്തൻ കൊണ്ട് കാശ് കൊടുത്തു. അയ്യോ, അവര് കൈവച്ചപ്പോ അവർക്ക് ഗിഫ്റ്റ് കിട്ടി, ഞാനും കൈവയ്ക്കുമ്പോ കിട്ടണം. ആമേൻ. അതുകൊണ്ട് പണം കൊണ്ട് കൊടുക്കുക. സ്തോത്രം. നന്നായിട്ട് അപ്പോസ്തലന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. ദൈവത്തിന്റെ ദാനത്തെ നീ പണം കൊണ്ട് ദ്രവ്യം കൊണ്ട് വാങ്ങാമെന്ന് വിചാരിക്കുന്നുവോ? നോക്കുക സഭയെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ രംഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാം അവർക്ക് അനുഗ്രഹമായിരിക്കുക, അവർ നമുക്കും അനുഗ്രഹമായിരിക്കട്ടെ. ഞാനിപ്പോ കുറച്ച് നാളുകളായി നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ആദ്യഘട്ടങ്ങളൊക്കെ ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ആത്മീക വർധനവ് ഇപ്പൊ എങ്ങനെയാ? ആത്മീക വിഷയങ്ങൾ അല്ലെങ്കിൽ ആത്മീകമായിട്ട് ഇപ്പൊ എങ്ങനെയാന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ അത് വളരെ കുറവാണ്. ഒന്നാമത്തെ കേസ്, വീടുകളിൽ അങ്ങനെ ഇപ്പൊ സന്ദർശിക്കാൻ വളരെ കുറച്ച് വീടുകളിലെ ഇപ്പൊ സമയം കിട്ടുന്നുള്ളൂ. സമയം കിട്ടുന്ന തന്നെ എല്ലാവരും ഇതാക്കട്ടെ. കഴിഞ്ഞ ദിവസവും ഞാൻ കുറച്ച് വീടുകളൊക്കെ സന്ദർശിക്കാൻ ഇടയായിരുന്നു. പക്ഷെ എവിടെ ഞാനിപ്പോ അത് ചോദിക്കുന്നില്ല. സ്തോത്രം. എനിക്ക് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് ഏകദേശമൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്, ഏകദേശം. സ്തോത്രം. എങ്കിലും അത് തുടരുന്നതായിരിക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ചോദിക്കാറില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. സഭയെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീക വർധനവ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാനിത് ചോദിക്കുമ്പോൾ എന്നോട് ആരും തിരിച്ചു ചോദിച്ചിട്ടില്ല, ദൈവദാസ ആത്മീകമായിട്ട് എങ്ങനെയാണെന്ന്. നമ്മൾ അങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മീകമായി വർധനവ് പ്രാപിക്കണം നമ്മുടെ സാന്നിധ്യം കൊണ്ട്. സ്തോത്രം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്കും അനുഗ്രഹമായി മാറട്ടെ. പോൾ പറയുക, ഞാൻ വന്നാൽ നിങ്ങൾക്ക് പ്രയോജനമാണ്, നിങ്ങൾക്ക് സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടും, അതിന്റെ ഫലമായിട്ട് നമുക്ക് രണ്ടു കൂട്ടർക്കും ആശ്വാസം കിട്ടും. ആ വിഷയം മാറ്റില്ലേ, ആ ഭാഗം മാറ്റില്ലേ. അവിടെ മറ്റൊരു സബ്ജക്റ്റ് കൂടി പൗലോസ് പറയുന്നുണ്ട്. 11-12 വായിക്കുമ്പോൾ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട്. എന്നറിയുമോ? ഒരു പ്രത്യേക പദമുണ്ട് അവിടെ, മ്യൂച്വൽ ഫെയ്ത്ത്. ശ്രദ്ധിച്ചോ നിങ്ങള്? ഒത്തൊരുമിച്ചുള്ള വിശ്വാസം. നിങ്ങളുടെ സ്ഥിരീകരണത്തിനായി ആത്മീകപര വല്ലതും നിങ്ങൾക്ക് നൽകേണ്ടതിന്. നമ്മളത് കണ്ടു. ആത്മീക വർധനവിന് വേണ്ടി, ആത്മീകമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി അവർക്ക് വരം. അത് ഞാൻ നിങ്ങൾക്കും എനിക്കും ആശ്വാസം. പക്ഷെ അത് ലഭിക്കണമെങ്കിൽ എങ്ങനെയാ പറയുന്നേ? അവിടെ പറയാം, അതായത് നിങ്ങൾക്കും എനിക്കും ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ നിങ്ങളോടുകൂടെ എനിക്കും ആശ്വാസം ലഭിക്കണം. ഞാൻ നിങ്ങളെ കാണുവാൻ വാഞ്ചിക്കുന്നു. മ്യൂച്വൽ ഫെയ്ത്ത്, ഒത്തൊരുമിച്ചുള്ള വിശ്വാസം. തമ്മിൽ ആശ്വാസം ലഭിക്കുന്നതിന് ഒരേപോലെയുള്ള വിശ്വാസം ആവശ്യമാണ്. ഇത് എന്തിനെ കാണിക്കുന്നതാ? ആത്മാവിന്റെ ഐക്യതയെ കാണിക്കുന്നതാണ്.
ഒരേപോലുള്ള വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ സ്തോത്രം വിശ്വാസത്തിന്റെ അളവല്ല കേട്ടോ ഈ പറയുന്നത്. അളവല്ല. ഈ ഒരാൾക്ക് കൂടിയതും കുറഞ്ഞതും അങ്ങനെയല്ല ഈ ഇവിടെ പറയുന്നത്. ഒരേപോലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഐക്യത. ഞാൻ അത് തെളിയിക്കാം. അതിന് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3 മുതൽ 6 വരെ വായിക്കണം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. അടുത്തത് കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്. കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്. അടുത്തത് സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും. ജ്ഞാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും ഒരുവൻ. കണ്ടോ, ഇതാണ് ഈ മ്യൂച്വൽ ഫെയ്ത്ത് അല്ലെങ്കിൽ കോമൺ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമുക്ക് എന്തുണ്ടാകണം? നോർമലി നമ്മൾ പറയില്ലേ, കർത്താവ് ഒരാളായിരിക്കണം, വിശ്വാസം ഒന്നായിരിക്കണം. അതായത് വിശ്വാസം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചതായിരുന്നല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുക, എന്നിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് നമ്മൾ സ്നാനമേൽക്കുക. ഇങ്ങനെയുള്ള വിശ്വാസവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തോടാണ് നാം ചേരുന്നത് എന്നുള്ള ഏക ശരീരഭാഗവും ഇങ്ങനെയുള്ളതായ അടിസ്ഥാനപരമായിട്ടുള്ളതായ അനുഭവങ്ങളെ ചൂണ്ടിക്കാണിച്ചാ പറയുന്നത് ഇങ്ങനെയുള്ളവർ ആത്മാവിന്റെ ഐക്യതയിലാകുന്നു. ഒരു വിശ്വാസത്തിൽ നമ്മുടെ പ്രത്യാശ എന്താ? നമ്മുടെ കർത്താവിന്റെ വരവാ, അല്ലേ? അല്ലാതെ കർത്താവിന്റെ വരവല്ലാതെ എന്തെങ്കിലും പ്രത്യാശ ഉണ്ടോ നമുക്ക്? ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവിന്റെ വരവല്ലേ? അതല്ലെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ അല്ലല്ലോ. കാരണം അതല്ലേ നമ്മുടെ ഏകവിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ മ്യൂച്വൽ ഫെയ്ത്ത് അതല്ലേ, കോമൺ ഫെയ്ത്ത് അതല്ലേ? അതെ. നോക്ക സഭയെ, തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പ്രത്യേകമായിട്ട് ഇതിന്റെ വേറൊരു വേഷം പറയുന്നുണ്ട്. ഇത് തന്നെ ഏകദേശം വായിച്ചേ, 1:4 വായിച്ചേ. തീത്തോസ് 1:4 വായിച്ചേ. ഞാൻ ആ വാക്യത്തിൽ ആ സബ്ജക്ട് കണ്ടത് കൊണ്ടാണ് വായിച്ചാട്ടെ. പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. പൊതുവിശ്വാസത്തിൽ അതെന്തോ, അത് നേരത്തെ പറഞ്ഞില്ലേ, കോമൺ ഫെയ്ത്ത്. ഇതന്നെയത് മ്യൂച്വൽ ഫെയ്ത്ത്. രണ്ടുപേര് തമ്മിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കണമെങ്കിൽ, രണ്ടുപേര് തമ്മിൽ അനുഗ്രഹമായിരിക്കണമെങ്കിൽ, ഞാൻ നിങ്ങൾക്കും നിങ്ങൾ എനിക്കും അനുഗ്രഹമായിരിക്കണമെങ്കിൽ, ആശ്വാസം അനുഭവിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാകണം? ഒത്തൊരുമിച്ചുള്ള വിശ്വാസം, ഒരുപോലുള്ള ഒരേ വിശ്വാസം ഉണ്ടായിരിക്കണം. നമ്മുടെ കർത്താവ് ഒന്ന്, നമ്മുടെ സ്നാനം ഒന്ന്, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പ്രത്യാശയ്ക്കായി കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവം, ദൈവം ഒന്ന്. കണ്ടോ? അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ ഫെയ്ത്ത്, മ്യൂച്വൽ ഫെയ്ത്ത്. തീത്തോസ് ലേഖനം എഴുതുമ്പോൾ അങ്ങനെ പറയുന്നത്, പൊതുവിശ്വാസത്താൽ എഴുതുക. സഭയെ നോക്കുക. അപ്പൊ നമ്മൾ ഒരു വിശ്വാസം, നമുക്കറിയാം നമ്മളെല്ലാവരും ഒരേ വിശ്വാസത്തിലാണ്. നമ്മൾ പറയല്ലേ, വിശ്വാസത്തിലാണോ? പലരും ചോദിക്കും, കല്യാണാലോചനയൊക്കെ വരുമ്പോ ചോദിക്കും, അവര് വിശ്വാസത്തിലാണോ? കല്യാണാലോചന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയം വരുമ്പോ ഇപ്പൊ വിശ്വാസത്തിലുണ്ടോ എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഈ കോമൺ ഫെയ്ത്ത് ആണേ. അല്ലാതെ നമ്മളെ അപേക്ഷിച്ച് ഇന്ന വിശ്വാസത്തിൽ താണവൻ അല്ലെങ്കിൽ വിശ്വാസം ഉയർന്നവൻ, ഇതൊന്നും അല്ല അർത്ഥം. വിശ്വാസത്തിൽ നിലനിൽക്കുക, കോമൺ ഫെയ്ത്ത് ആയിരിക്കുക എന്നുള്ളതാണ്. പത്രോസ് ഒരിക്കലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ഈ ബിദുനിയിലും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാർക്കൊക്കെ എഴുതുമ്പോൾ 2 പത്രോസ് 1-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കും എന്ന് പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം. നിങ്ങൾ ആ ഭാഗം ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാമോ? ഹാവ് ഒബ്റ്റെയിൻഡ് ലൈക്ക് പ്രേഷ്യസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞു. വായിക്കണമെന്ന് വായിക്കണം. 2 പത്രോസ് 1:1 പറയുകയാണ്, ഞങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള അതേ വിലയേറിയ വിശ്വാസം. Simon Peter, a servant and an apostle of Jesus Christ, to them that have obtained like precious faith with us through the righteousness of God and പത്രോസ് എഴുതുന്നത് ആർക്കാ? ഞങ്ങൾക്ക് ലഭിച്ച പോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്കും എന്ന് പറഞ്ഞ എഴുതുന്നേ. ഇതാണ് കോമൺ ഫെയ്ത്ത്, മ്യൂച്വൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അപ്പോസ്തലൻ യൂദ പറയുന്നുണ്ട്, അത് 1:3, അത് വേറെ വിധത്തിലാ പറയുന്നത്. അത് പറഞ്ഞ പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ എന്ന് പറഞ്ഞാ പറയുന്നത്. പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ്
യൂദ അത് എഴുതിയിട്ടുള്ളത് കോമൺ സാൽവേഷൻ, അർത്ഥാൽ മ്യൂച്വൽ ഫെയ്ത്ത് ആണ്, കോമൺ ഫെയ്ത്ത് ആണ് ദൈവസഭയെ. നോക്കുക, ഞാൻ ഇങ്ങനെ പറയാം, ഈ വാട്ട് ഈസ് മ്യൂച്വൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ സമാധാന ബന്ധമാണ്. ഈ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഹേതുവായിട്ടാണ് നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കാനൊക്കെ കഴിയുന്നത്. ബർന്നബാസ് അന്ത്യോക്യ സഭയിൽ ചെന്ന് പ്രസംഗിച്ച പ്രബോധനമുണ്ട്. ആ പ്രബോധനം അപ്പോസ്തലപ്രവൃത്തി 11:23 ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അന്ത്യോക്യ സഭയിൽ ചെന്ന് ദൈവകൃപ കണ്ടുവെന്ന്. എന്നിട്ട് തന്റെ പ്രബോധനം ഇങ്ങനെയായിരുന്നു: എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. എല്ലാവരും ഹൃദയ നിർണയത്തോടെ. അതേതാ ഹൃദയ നിർണയം? കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നേ. ഹൃദയ നിർണയം ഏതാ? ഞങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഏക ശരീരമായി ഒരു സ്നാനമേറ്റ് ഏക ശരീരമായി ഏകപ്രത്യാശയ്ക്കായി കാത്തു നിൽക്കുന്നവരാണ്. ഇതാണ് നമുക്ക് തമ്മിലുള്ള ഒരു ഹൃദയ നിർണയം എന്ന് പറയുന്നത്. ഞാൻ കർത്താവിങ്കൽ, എന്റെ കൂടെയുള്ളവൻ കർത്താവിങ്കൽ. മ്യൂച്വൽ ഫെയ്ത്തിലാണത്, കോമൺ ഫെയ്ത്തിലാണ്, കോമൺ സാൽവേഷനിലാണ്, കർത്താവിനോട് ചേർന്ന് നിൽക്കുക. അപ്പൊ സഭയെ ഒരേ വിശ്വാസപ്രകാരം കർത്താവിൽ നിലനിന്നാൽ സഭ ആത്മീക ഫലങ്ങൾ അല്ലെങ്കിൽ വരങ്ങൾ പുറപ്പെടുവിക്കും. ഒരു ഫലം പുറപ്പെടുവിക്കുവാൻ, ആശ്വാസം, സന്തോഷം, സ്നേഹം, ഇതൊക്കെ അനുഭവിക്കാൻ, നമുക്ക് ഇങ്ങനെയുള്ള ഫ്രൂട്ടൊക്കെ അനുഭവിക്കാൻ വിശ്വാസികൾ തമ്മിൽ സ്തോത്രം ഹൃദയ നിർണയ പ്രകാരം ഒരേ വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്ന് മതി. സഭ ആത്മീക ഫലങ്ങളെ പുറപ്പെടുവിക്കും. നമുക്കും ഇങ്ങനെയുള്ളതായ വിശ്വാസത്താൽ കർത്താവിങ്കിൽ നിലനിൽക്കാം. നമുക്കും അനേകം അനുഭവങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാം. സഭ 8:43 എങ്കിലും ഒരു ഭാഗം കൂടി എടുക്കാതെ പോകുവാൻ എനിക്ക് കഴിയത്തില്ല. 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോ 8, 9, 10, 11, 12, 13 ഈ ഭാഗങ്ങളാണ് ഈ ആഴ്ച ചിന്തിക്കുന്നത്. 13-ാമത്തെ വാക്യം വായിക്കണം. സഹോദരന്മാരെ, എനിക്ക് ശേഷം ജാതികളിൽ എന്ന പോലെ നിങ്ങളിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും ഭാവിച്ചു, എങ്കിലും ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ, വീണ്ടും പൗലോസ് തന്റെ യാത്രയെക്കുറിച്ചും അതിന്റെ തടസ്സത്തെക്കുറിച്ചും വന്നാൽ അവർക്ക് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ചും അവരെ അറിയിക്കുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തന്റെ യാത്രയെക്കുറിച്ച്, അതിന്റെ തടസ്സത്തെക്കുറിച്ച്, വന്നാൽ അവർക്ക് ലഭിക്കുന്ന ഫലത്തെക്കുറിച്ച് അവരെ അറിയിക്കുന്നു. സ്പിരിച്വൽ ഫ്രൂട്ട്. നേരത്തെ നമ്മൾ കണ്ടത് സ്പിരിച്വൽ ഗിഫ്റ്റിനെ കുറിച്ചാ പൗലോസ് പരാമർശിച്ചേ. ഞാൻ വന്നാൽ നിങ്ങൾക്ക് വരം ലഭിക്കും. ഇവിടെ പറയുന്നു സ്പിരിച്വൽ ഫ്രൂട്ട്. കണ്ടോ, സ്തോത്രം. അപ്പൊ പൗലോസ് അവരിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്, സ്പിരിച്വൽ ഫ്രൂട്ട് ഇതൊക്കെ ഉണ്ടാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എങ്ങനെയെങ്കിലും സുവിശേഷ വേല ചെയ്ത് തീർക്കുക എന്നല്ല പൗലോസിന്റെ ദൗത്യം. അതല്ല പൗലോസ് വിചാരിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? തന്റെ റോള് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കുക, അതല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. അയ്യോ, എന്റെ ഭാഗം ഭംഗിയാക്കുക എന്നതല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. എങ്ങനെയെങ്കിലും അവിടെ വന്ന് പ്രസംഗിച്ച് തിരികെ പോകുക എന്നല്ല പൗലോസ് ആഗ്രഹിക്കുന്നത്. ഫലം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുള്ള ശുശ്രൂഷയെ കുറിച്ചാണ് പൗലോസ് അവിടെ പറയുന്നത്. ഞാൻ വന്നാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ഫ്രൂട്ട്. ആമേൻ. പക്ഷെ തടസ്സമാണെന്നാ പറയുന്നത്. നോക്ക് സഭയെ, അപ്പൊ പൗലോസ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലെന്ന്. ഇന്നത്തെ കാലഘട്ടത്തേക്ക് ഒന്ന് നോക്കിയേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടുന്നവരുണ്ട് ഈ ആധുനിക ലോകത്തിലെ. നോക്കി, എത്ര ആധുനിക സഭകൾ ഇന്നുണ്ട് സഭയെ. ജാതീയപരമായിട്ടുള്ള ആചാരങ്ങളും അല്പമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ഒക്കെ സഭയിൽ കയറ്റി ഉപദേശ ജീവിതത്തെ മലീമസമാക്കുന്ന വിരുദ്ധന്മാര് സുവിശേഷത്തിന്റെ പേര് പറഞ്ഞ് നിവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജടില പ്രവർത്തികൾ, അതിനെ തിരിച്ചറിഞ്ഞ് വ്യക്തിജീവിതങ്ങൾ നേരായ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ടത് അനിവാര്യ ഘടകമാണെന്നാണ് ഈ വചനപ്രകാരം നമ്മോട് പറയുന്നത്. കേൾവിക്ക് കർണരസമാകു മാറുന്നതും, കാഴ്ചയ്ക്ക് മോഹം വർദ്ധിപ്പിക്കുന്നതും, ബുദ്ധിക്ക് കൗതുകമുണർത്തുന്നതുമായ കുടിലതന്ത്രങ്ങൾ
ഇത് വ്യക്തികൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രൗഢഗംഭീരമെന്ന് കൊട്ടിഘോഷിക്കുന്ന എത്രയോ കോൺഫറൻസുകളുണ്ട്, എത്രയോ ക്രൂസേഡുകളുണ്ട്, എത്രയോ കൺവെൻഷനുകളുണ്ട് സഭയെ. പണത്തിന്റെ ഹുങ്കാര പ്രതാപത്തിനായി മാത്രം വർത്തിക്കപ്പെടുന്ന അങ്ങനെയുള്ളതായ ആ സംവിധാനങ്ങള് 4 ദിവസം മുൻപ് വീടിന്റെ പടിയിറങ്ങി കോൺഫറൻസ് കഴിഞ്ഞ് തിരികെ വീടിന്റെ പടി കയറുമ്പോൾ പറയുന്നത്, തീയുണ്ടായിരുന്നു, വിറകുമുണ്ടായിരുന്നു, പക്ഷെ യാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന? സഭകൾ മടങ്ങി വരട്ടെ, കുടുംബങ്ങൾ മടങ്ങി വരട്ടെ, വ്യക്തികൾ മടങ്ങി വരട്ടെന്ന്. ഫലത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് സഭയെ. ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകട്ടെ. സംഘടനകൾ ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. കമ്മിറ്റികൾ ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. സഭകൾ ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. സുവിശേഷകന്മാര് ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. വ്യക്തികൾ ഫലത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാകണം. കൊട്ടാരത്തിലെ ശുശ്രൂഷയാണെങ്കിലും, കുടിലിലെ ശുശ്രൂഷയാണെങ്കിലും, മരുഭൂമിയിലെ ശുശ്രൂഷയാണെങ്കിലും ഫലത്തിന് പ്രാധാന്യം ഉണ്ടാകട്ടെ. അത് IPC ആണെങ്കിലും, അസംബ്ലീസ് ഓഫ് ഗോഡ് ആണെങ്കിലും, ചർച്ച് ഓഫ് ഗോഡ് ആണെങ്കിലും, ഷാരോൺ ആണെങ്കിലും, മറ്റ് സഭാ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഫലത്തിന് പ്രാധാന്യം ഉണ്ടാകട്ടെ. പോള് പറയുന്നത് എന്താണെന്നറിയുമോ? എങ്ങനെയെങ്കിലും വന്നു പോകുവാനല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്, ദൈവേഷ്ടത്താൽ വല്ലവതിന് നിങ്ങളിൽ ഫലമുണ്ടാകണമെന്ന് കരുതി ഞാൻ അവിടെ വന്ന് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? സ്തോത്രം. ഇന്നത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് നോക്ക്. എന്തിനാ ഇത്രയധികം ഇതുപോലെ കൺവെൻഷനുള്ള കാലമുണ്ടോ? മീഡിയ ഓൺ ചെയ്ത ലൈവുകളുടെ ബഹളമാ. സഭയെ ഖേദത്തോടെ, ദുഃഖത്തോടെ, വിഷമത്തോടെയാണ് നമ്മൾ പറയുന്നത്. ഫലത്തെ നോക്കിയുള്ള ശുശ്രൂഷകൾ കുറവാ ഇല്ലെന്നല്ല, അത് കുറവായിരിക്കുന്നു. സഭകൾക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. സ്തോത്രം. ഫലം കൊയ്യുന്നവരായി മാറാം നമുക്ക്. പൗലോസ് പറയാ, പക്ഷെ യാത്രയ്ക്ക് മുടക്കം വന്നു. യാത്രയ്ക്ക് മുടക്കം വന്നു. ഒബ്സ്റ്റാക്കിളാ തന്റെ യാത്ര. അവരോട് പറയുന്നത് ശ്രദ്ധിച്ചേ. പലപ്പോഴും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാൻ ഭാവിച്ചു, പക്ഷെ ഇതുവരെ മുടക്കം വന്നു. ഒബ്സ്റ്റാക്കിൾ ഓഫ് മിഷൻ ട്രിപ്പ്. അതാ തന്റെ മിഷൻ ട്രിപ്പിനോട് ബന്ധപ്പെട്ട് തടസ്സമാണ്. നോക്കുക, ഇന്നും ഒത്തിരി പേര് ഈ വിധത്തിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ട്. ദീർഘകാലമായി കാത്തിരുന്നിട്ട് ആ മിഷൻ ട്രിപ്പ് സാധ്യമാകാത്തവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് മന്ത്രിച്ച മന്ത്രണം, പോംവഴിയുണ്ട്, നിരാശപ്പെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാ. ഇടവിടാതെ ആ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാ. സ്തോത്രം. അതുകൊണ്ടല്ലേ പൗലോസ് 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്, പ്രാർത്ഥനയിൽ എപ്പോഴും ഞാൻ യാചിക്കുന്നുവെന്ന്, ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്, ദൈവേഷ്ടത്താൽ ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. നോക്ക സഭയെ, നമ്മുടെയൊക്കെ ഒരുപാട് മിഷൻ ട്രിപ്പുകൾ ക്യാൻസലായി, അല്ലെങ്കിൽ തടസ്സം വന്നിരിക്കുന്ന ഘട്ടങ്ങളുണ്ട്. എന്നാൽ പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിരാശപ്പെടരുത്, മിഷൻ ട്രിപ്പിന് വേണ്ടി ദൈവം വഴിയൊരുക്കുന്നുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഒരു സമയമൊരുക്കുന്നുണ്ട്. തടസ്സം, യാത്രയ്ക്ക് തടസ്സം പൗലോസിന്. സ്തോത്രം. എന്നാൽ ഈ വാക്യത്തിൽ പൗലോസ് പറഞ്ഞിട്ടുള്ള മറ്റൊരു പദം നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഞാൻ അവസാനിപ്പിക്കാം കേട്ടോ, അവസാനിപ്പിക്കാം. ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ അറിയാതിരിക്കരുത്. അതെന്താ അങ്ങനെ എഴുതിയത്? പൗലോസ് അങ്ങനെ എഴുതിയെന്നേ, ഇതുവരെ മുടക്കം വന്നു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പൊ റോമിലെ വിശുദ്ധന്മാർക്ക് പോളിനെ പറ്റി എന്തെങ്കിലും ഒരു ധാരണ പിശക് ഉണ്ടായിരുന്നിരിക്കണം. ശരിയല്ലേ? ഞാൻ നിങ്ങളുടെ അടുക്ക് വരാനിരുന്നു, പക്ഷെ ഇതുവരെയും മുടക്കമാണ് എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോ റോമിലെ വിശ്വാസികളെ സംബന്ധിച്ച് എന്തോ ഒരു സംസാരമുണ്ട്. പൗലോസ് നമ്മളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണോ? പൗലോസ് അദ്ദേഹം വലിയൊരു സമർത്ഥനായ ഒരു മനുഷ്യനല്ലേ, പാണ്ഡിത്യത്തിന്റെ കലവറയും നിലവറയും ഒക്കെ അല്ലേ, അദ്ദേഹം നമ്മളെ മനഃപൂർവ്വമായിട്ട് അവോയ്ഡ് ചെയ്തതാണോ? അങ്ങനെ ഒരു ചിന്ത അവർക്കുണ്ടാകുമെന്ന് പൗലോസ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, റോമൻ വിശ്വാസികളെ,
ഇതുവരെ എന്റെ യാത്രയ്ക്ക് മുടക്കം വന്നു നിങ്ങൾ അറിയാതിരിക്കരുത്. പലപ്പോഴായി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിനകത്ത് വരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വാസ്തവം നിങ്ങൾ അറിയാതിരിക്കരുത്. എന്റെ യാത്രയ്ക്ക് തടസ്സമാണ് നിങ്ങൾ അറിയാതിരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന മനുഷ്യനായിരുന്നു. ധാരണാപക്ഷക്ക് ആർക്കും സംഭവിക്കാം, എനിക്കും നിങ്ങൾക്കും സംഭവിക്കാവുന്ന കാര്യം. എന്നാൽ അതിൽ വ്യക്തത വരുമ്പോഴാണ് കാര്യങ്ങൾ ക്രമത്തിലാകുന്നത്. പൗലോസ് അതുകൊണ്ട് പ്രത്യേകമായി പറയുകയാണ്, നിങ്ങൾ അതറിയാതിരിക്കരുത്. തടസ്സം ഇതുവരെ വന്നിട്ടുണ്ട്. സ്തോത്രം. ദൈവസഭയെ ഞാൻ ഇന്ന് ഇതോടെ അവസാനിപ്പിക്കാം, ഇല്ലെങ്കിൽ ഇത് കൽപ്പം നീണ്ടുപോകുമെന്ന് എനിക്ക് മനസ്സിലാകും, എനിക്ക് തോന്നുന്നു. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ സാമീപ്യം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തമ്മിൽ നമുക്ക് അനുഗ്രഹമായി മാറണം. 13-ാം വാക്യത്തിൽ പൗലോസ് പ്രത്യേകിച്ച് സ്പിരിച്വൽ ഫ്രൂട്ടിനെ ബന്ധപ്പെടുത്തിയ പറയുന്നത്, ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഫലം എങ്ങനെയെങ്കിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. 11-ലും 12-ലും താൻ വരം ഉണ്ടാകുമെന്ന് താൻ പറയുന്നതാണ്, ഫലമുണ്ടാകണമെന്നും താൻ പ്രത്യേക ആഗ്രഹിച്ച് പറയുകയാണ്. അതും എങ്ങനെയെങ്കിലും വന്നു പോകുക എന്നർത്ഥത്തിലല്ല, നിങ്ങളിൽ ഫലമുണ്ടാകുക എന്നുള്ളതായ ദൈവികമായ ചിന്തയിൽ, സ്തോത്രം, ആഴമായ ദൈവസ്നേഹബന്ധത്തിൽ, ആ ആത്മഭാരത്തിലാണ് പൗലോസ് അതവിടെ പറയുന്നത്. ഇന്നുള്ളതായ കാലഘട്ടങ്ങളെ നമുക്ക് മാറ്റി നിർത്താം. ഇന്നത്തെ പല അനുഭവങ്ങളെ മാറ്റിയിട്ട് കർത്താവിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി നമുക്ക് പ്രവർത്തിക്കാം. ഇന്ന് ഈ കേൾപ്പിക്കപ്പെട്ട ആലോചനയ്ക്ക് മുൻപാകെ നമ്മൾ 8 മുതൽ 13 വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുവാനിടെ, ഈ ഭാഗത്തു നിന്നും നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ ദൈവം നമ്മെ ചൂണ്ടിക്കാണിച്ചെങ്കിൽ ആ ഭാഗം നമുക്ക് ക്രമീകരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചന പരമ്പര ഇന്ന് രാത്രിയിൽ ഇപ്രകാരം നടത്തുവാൻ സഹായിച്ച ദൈവത്തിന് സകല മഹത്വവും അവന്റെ പാദവിയുടെ ഞാൻ അർപ്പിക്കുന്നു. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.